മലയാളത്തിൽ നമ്മൾ ഒരാൾക്ക് വാക്ക് കൊടുക്കുക എന്ന് പറയില്ലേ? എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് സത്യം ചെയ്യുക, ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുക അല്ലെ. അപ്പൊ മലയാളം അറിയാത്ത ഒരാളാന്ന് വിചാരിക്കാം, അയാൾക്ക് പ്രോമിസ് എന്ന് പറഞ്ഞ വാക്ക് എന്നുള്ള വാക്ക് അയാൾക്കറിയാം. അപ്പം വാക്ക് ചെയ്യുക അല്ലെങ്കിൽ വാക്ക് പറയുക അങ്ങനെയൊക്കെ ആയിരിക്കും അയാൾക്ക് മലയാളം അറിയില്ലെങ്കിൽ വാക്ക് കൊടുക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് അയാൾ ഉപയോഗിക്കുക അല്ലെ. ഇതുമാതിരി ഇംഗ്ലീഷിൽ ചില വേർഡ് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ എന്നുവെച്ചാൽ ഓരോരോ വാക്ക് എന്താണെന്നറിയാം, പക്ഷെ കൂടിച്ചേർന്ന് എങ്ങനെയാ അത് പറയാം. ഉദാഹരണത്തിന് വാക്ക് കൊടുക്കുക എന്ന് മലയാളത്തിൽ പറയില്ലേ, വാക്ക് കൊടുക്കുക, ആ രണ്ട് വാക്കുകൾ ഒരുമിച്ച് വരുന്നില്ലേ. പൊതുവെ ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് ഈ യൂസേജസ് അങ്ങനെ അറിയണ്ടാവില്ല. അപ്പോൾ പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഇത്തരം വേർഡ് കോമ്പിനേഷൻസ് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം വാക്ക് കൊടുക്കുക, അതെങ്ങനെ പറയും നോക്കാം. വാക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രോമിസ് ആണ് അല്ലേ, അതാണ് വാക്ക്. വാക്ക് കൊടുക്കുക എന്ന് പറയാൻ, കൊടുക്കുക എന്താ, ഗിവ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഗിവ് എ പ്രോമിസ് ആയിരിക്കും. അല്ല, അതിന് പറയുന്നത് മേക്ക് എ പ്രോമിസ് കേട്ടോ. മേക്ക് എ പ്രോമിസ്, വാക്ക് കൊടുക്കുക, മേക്ക് എ പ്രോമിസ്. ഒരു സെന്റൻസിൽ എങ്ങനെ ഉപയോഗിക്കുക? എനിക്ക് അവളെ സഹായിക്കണം, ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ്, അതെങ്ങനെ പറയും? എനിക്ക് അവളെ സഹായിക്കണം, ഐ ഹാവ് ടു ഹെൽപ്പ് ഹെർ അല്ലെ. ഹാവ് ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ചെയ്യണം. ഐ ഹാവ് ടു ഹെൽപ്പ് ഹെർ, ഐ മെയ്ഡ് എ പ്രോമിസ്. അപ്പോൾ മേക്ക് എ പ്രോമിസിന്റെ പാസ്റ്റ് ടെൻസ്, വാക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ മെയ്ഡ് എ പ്രോമിസ്, അല്ലാതെ മേക്ക് എ പ്രോമിസ്ഡ് അല്ല കേട്ടോ, മെയ്ഡ് എ പ്രോമിസ്. അപ്പൊ അത് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ വാക്ക് പാലിക്കുക അല്ലെ, അങ്ങനെ നമ്മൾ ഒരുമിച്ച് പറയുന്നുണ്ട് മലയാളത്തിൽ. വാക്ക് പാലിക്കുക, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നീ വാക്ക് പാലിക്കണം കേട്ടോ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അതിന് പറയുന്നതാണ് കീപ് എ പ്രോമിസ്. അപ്പൊ മേക്ക് എ പ്രോമിസും കീപ് എ പ്രോമിസും ഇത് രണ്ടും മറക്കരുത്, ഓർത്ത് വെക്കണേ. ഒരു സെന്റൻസിൽ ഉപയോഗിച്ച ഞാൻ എൻ്റെ മോനെ പാർക്കിൽ കൊണ്ടുപോവാന്ന് വാക്ക് പറഞ്ഞിരുന്നു, അപ്പൊ ഞാൻ ആ വാക്ക് പാലിക്കണം അല്ലെ. അപ്പൊ ഞാൻ ഇങ്ങനെയാ വാക്ക് പാലിച്ചത്, വൈകിട്ട് അവനെ പാർക്കിലേക്ക് കൊണ്ടുപോയിട്ട്. അതാണ് നമുക്ക് പറയേണ്ടത്. എങ്ങനെയാ സെന്റൻസ് ഉണ്ടാവുക? അപ്പൊ കീപ് എ പ്രോമിസ് അല്ല ഉപയോഗിക്കേണ്ടത്. ഞാന് അവനെ പാർക്കിൽ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു, ആ സെന്റൻസ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ കീപ് എ പ്രോമിസ് എന്ന് വെച്ചാൽ വാക്ക് പാലിക്കുക. പാലിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ ഉപയോഗിക്കും? കെപ്റ്റ് എ പ്രോമിസ്. ആ കീപ്പിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അപ്പൊ ആ സെന്റൻസ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഐ കെപ്റ്റ് മൈ പ്രോമിസ് ആൻഡ് ടുക്ക് മൈ സൺ ടു ദ പാർക്ക് ഇൻ ദ ഈവനിങ്. ഐ കെപ്റ്റ് മൈ പ്രോമിസ്, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. ഐ ടുക്ക് മൈ സൺ, ഞാൻ എൻ്റെ കുട്ടീനെ പാർക്കിലേക്ക് കൊണ്ടുപോയി. ഐ ടുക്ക് മൈ സൺ ടു ദ പാർക്ക്. എപ്പോഴാണ്? ഇൻ ദ ഈവനിങ്, വൈകുന്നേരം. അപ്പൊ മനസ്സിലായില്ലേ? അതുപോലെ നമ്മൾ കേൾക്കാറുള്ള ഒരു വാക്കാണ് എല്ലാ റെക്കോർഡുകളും ഭേദിക്കപ്പെട്ടു അല്ലെ. അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഭേദിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തകർക്കുക അല്ലെ. അപ്പോ അതിന് ഇംഗ്ലീഷിൽ എളുപ്പമാണ് ബ്രേക്ക് ദ റെക്കോർഡ്. ബ്രേക്ക് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ബ്രേക്ക് ദ റെക്കോർഡ്. ഇപ്പോ ചില സിനിമകളൊക്കെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണെന്നൊക്കെ ചിലപ്പോൾ റിവ്യൂ കാണും. അതെങ്ങനെ പറയാ? ആ സെന്റൻസ് കൂടെ ഉണ്ടാക്കൂട്ടോ, എന്നാലേ നമ്മൾ പഠിക്കുള്ളൂ. This movie is breaking all the box office records. എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡ്സും, all the box office records. This movie is breaking. ഈ മൂവി എല്ലാ റെക്കോർഡുകളും തകർക്കുകയാണ്. അപ്പൊ കിടിലായിട്ട് മൂവി പെർഫോം ചെയ്യാണെന്നാണ് അർത്ഥം. എന്നാ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. നിയമം ലംഘിക്കുക, നമ്മൾ അങ്ങനെ പറയില്ലേ? നിയമം ലംഘിക്കുക, അത് ഒരുമിച്ച് വരില്ല മലയാളത്തില്. നമ്മൾ എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ? നിയമം എന്ന് വെച്ചാൽ എന്താ? ലോ. അതിന്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണേ. ലോ അല്ല ലോ. ഒരു വാ ഇവിടെ വിടർത്തിയിട്ടാണ് നമ്മൾ ആ എന്നുള്ള സൗണ്ട് വരിക. ലോ, ലോ അല്ല കേട്ടോ. ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ ലോ. ഉയരത്തിലുള്ളതും ഹൈ, കുറച്ച് താഴെയുള്ളത് ലോ, അതാണ് ഹൈ ലോ. ഇത് ലോ. അപ്പൊ അതിന് പറയാ ബ്രേക്ക് ദ ലോ. റെക്കോർഡ്, നിയമം ലംഘിക്കുക, ബ്രേക്ക് ദ ലോ. ഓക്കെ. എന്നാൽ ഞാനൊരു സെന്റൻസ് പറയാം, നിങ്ങളത് ഉണ്ടാക്കൂ. നിങ്ങൾ കടയിലൊക്കെ ചെന്നിട്ട് സാധനങ്ങൾ കട്ടെടുക്കുന്നത് നിയമലംഘനമാണ്, എങ്ങനെ പറയും? അപ്പൊ ഇവിടെ നമുക്ക് വേറൊരു വേർഡ് കൂടെ പഠിക്കാം, അതിന് വേണ്ടിയിട്ടാണ് ഈ സെന്റൻസ് ഇട്ടത്. അപ്പൊ നമ്മൾ പറയാ ഇഫ് യു സ്റ്റീൽ എനിത്തിങ് ഫ്രം ദ ഷോപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതിനൊരു ഒറ്റ വാക്കുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കടയിൽ ഒരു കസ്റ്റമർ ആയി ചെല്ലാണ്ട് ഒരു കള്ളനായി ചെന്ന സാധനങ്ങൾ എടുക്കുന്നതിനാണ് ഷോപ്പ് ലിഫ്റ്റിംഗ് എന്ന് പറയാം. ആ വാക്ക് ഓർത്തേക്കണേ, ഷോപ്പ് ലിഫ്റ്റിംഗ്.
ഷോപ്പിൽ ചെന്നിട്ട് എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യുക, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ആ വാക്ക് കിട്ടിയില്ലോ, ഇനി ആ സെന്റൻസ് ഒന്ന് ഉണ്ടാക്കൂ. കടയിൽ ചെന്ന് ഷോപ്പ് ലിഫ്റ്റ് ചെയ്താൽ ഇത് നിയമലംഘനമാണ്. ഇഫ് യു ആർ ഷോപ്പ് ലിഫ്റ്റിംഗ് യു ആർ ബ്രേക്കിംഗ് ദ ലോ. ഇഫ് യു ആർ ഷോപ്പ് ലിഫ്റ്റിംഗ് യു ആർ ബ്രേക്കിംഗ് ദ ലോ. ബ്രേക്ക് ദ ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നിയമലംഘനമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇഫ് യു ആർ ഷോപ്പ് ലിഫ്റ്റിംഗ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യു ആർ ബ്രേക്കിംഗ് ദ ലോ. അടുത്തത് മലയാളത്തിൽ നമ്മൾ ശ്രദ്ധിക്കൂ എന്ന് പറയില്ലേ, ക്ലാസ്സിലൊക്കെ ടീച്ചർമാർ ശ്രദ്ധിക്കൂ. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറയുമ്പം എല്ലാവരും പുറത്തൊക്കെ നോക്കിയിരിക്കണമെങ്കിൽ അത് പറയും ഇവിടെ ശ്രദ്ധിക്കും, അങ്ങനെ പറയില്ലേ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അതിന് നമ്മൾ അറ്റൻഷൻ കൊടുക്കുക എന്നാണ് ആ വാക്ക് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ശ്രദ്ധിക്കൂ എന്ന് പറയാ? പേ അറ്റൻഷൻ. ആ വാക്ക് കണ്ടോ? പേ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ എന്താ അതിന്റെ അർത്ഥം? കാശ് കൊടുക്കുക അല്ലെ, പേ ദ ബിൽ അടയ്ക്കുക അങ്ങനെ. പക്ഷെ പേ അറ്റൻഷൻ എന്നാണ് ഇവിടെ ശ്രദ്ധിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയാം. ഞാൻ സംസാരിക്കുമ്പോഴേ ശ്രദ്ധിക്കൂ കേട്ടോ. അതെങ്ങനെ പറയും? പ്ലീസ് പേ അറ്റൻഷൻ വെൻ ഐ എം സ്പീക്കിംഗ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദയവേത് ഇവിടെ ശ്രദ്ധിക്കൂ. പ്ലീസ് പേ അറ്റൻഷൻ വെൻ ഐ എം സ്പീക്കിംഗ്. ഈ പേ ഒരിത്തിരി സൂത്രക്കാരനാണ്. വേറൊരു സംഭവമുണ്ട്. നമ്മൾ ആരെങ്കിലും ആദരിക്കുക എന്ന് പറയില്ലേ, ആദരിക്കുക. അതെങ്ങനെ പറയാ? എന്ന് വെച്ചാൽ ബഹുമാനിക്കുക. അങ്ങനത്തെ വാക്ക് എന്താണ്? ബഹുമാനം എന്നുള്ള വാക്ക് റെസ്പെക്ട് അല്ലേ. അപ്പൊ നമ്മളൊരു വയസ്സായ സ്ത്രീ ഉണ്ട്, നമ്മൾ അവരെ പോയത് കണ്ട് അവരെ ബഹുമാനിച്ച് തിരിച്ചു വന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ബഹുമാനം നൽകി അല്ലെ. അതെങ്ങനെ പറയാ ഇംഗ്ലീഷില്? പേ യുവർ റെസ്പെക്ട്സ്. എസ് ഉണ്ട്. പേ യുവർ റെസ്പെക്ട്സ്. വി വെന്റ് ടു പേ അവർ റെസ്പെക്ട്സ് ടു ദ ഓൾഡ് ലേഡി. ഒരു വയസ്സായ സ്ത്രീ ഉണ്ട്, അവരെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ആദരിച്ച് വരാം. നമ്മളിങ്ങനെ മലയാളത്തിൽ അവരെ ആദരിക്കാൻ പോയതൊന്നും പറയില്ല അല്ലെ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനത്തെ ഒരു യൂസേജ് ഉണ്ട്. നമ്മളുടെ ബഹുമാനം അർപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ കാണാൻ വേണ്ടി പോയി. പിന്നെ പറഞ്ഞത് വി വെന്റ് ടു പേ അവർ റെസ്പെക്ട്സ് ആർക്ക്? ടു ദ ഓൾഡ് ലേഡി. ഇതില് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പേ അവർ ലാസ്റ്റ് റെസ്പെക്ട്സ് എന്നുള്ള യൂസേജ് ഉണ്ട്, പലപ്പോഴും ഉണ്ടാവും. അതിന്റെ അർത്ഥം എന്താ? എളുപ്പം ഗസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അന്ത്യാഞ്ജലികൾ അർപ്പിക്കുക, അതാണ് പേ അവർ ലാസ്റ്റ് റെസ്പെക്ട്സ്. അപ്പൊ ഒരാള് മരണശേഷം ഞങ്ങൾ അവർക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. എങ്ങനെ പറയും? വി പെയ്ഡ് അവർ ലാസ്റ്റ് റെസ്പെക്ട്സ് ടു ഹിം. അപ്പൊ ബഹുമാനം കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് പുരോഗതി ഉണ്ടാക്കുക. പുരോഗതിക്ക് പറയുന്ന വാക്കെന്താ? പ്രോഗ്രസ് അല്ലെ. പ്രോഗ്രസ് ആണ് പുരോഗതി. അപ്പൊ പുരോഗതി കൈവരിക്കുക അങ്ങനെ പറയൂല്ലേ. നല്ല പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ മലയാളത്തില്. അപ്പൊ കൈവരിക്കുക അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ഉണ്ടാക്കുക? അപ്പൊ അതിനൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷില്. മേക്ക് പ്രോഗ്രസ് ആണ്. സിമ്പിൾ ആയിട്ട് മേക്ക് എന്ന് വെച്ചാൽ ഉണ്ടാക്കുക അല്ലെ. പുരോഗതി ഉണ്ടാക്കുക എന്ന് മലയാളത്തിൽ പറയില്ല, പക്ഷെ ഇംഗ്ലീഷ് മേക്ക് പ്രോഗ്രസ് ആണ്. അവളുടെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പുരോഗതി അവൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഹാസ് ഷീ മെയ്ഡ് എനി പ്രോഗ്രസ് വിത്ത് ഹർ ഇംഗ്ലീഷ്. എന്ത് കാര്യത്തിലാണ്? വിത്ത് ഹർ ഇംഗ്ലീഷ്. ഇനി പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാം. ഒരു കല്യാണം ആണെങ്കിൽ പന്തൽ ഡെക്കറേഷൻ, ഒരു ബർത്ത്ഡേ പാർട്ടി ആണെങ്കിൽ ബലൂണൊക്കെ വീർപ്പിച്ച് അതൊക്കെ അവിടെ തൂക്കിയിട്ട് അങ്ങനത്തെ കുറച്ച് പരിപാടി തുടങ്ങാം. അപ്പൊ നമ്മളെല്ലാവരും വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. എന്നിട്ട് നമ്മൾ പറയാം അന്ന് തുടങ്ങാം എന്ന് പറയില്ലേ മലയാളത്തില്. അതിന് നമ്മൾ ഇംഗ്ലീഷിലാക്കുമ്പോൾ പലപ്പോഴും എങ്ങനെ പറയാം? ലെറ്റ്സ് ബിഗിൻ അല്ലെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് എന്ന് പറയില്ലേ. അതിനേക്കാൾ ഒരു കേട്ട് വരുന്ന യൂസേജ് ആണ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ അവിടെ ഗെറ്റ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് വെച്ചാൽ നമുക്ക് തുടങ്ങാം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ടുഡേസ് ടാസ്ക്. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത്, ആ വിത്ത് മാർക്കരുത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് കുക്കിംഗ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് പ്രിപ്പയറിംഗ് ദ റൈസ്. ചോറുണ്ടാക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് തുടങ്ങാം, മുന്നോട്ട് പോവാം അങ്ങനെ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചു. വിത്ത് എന്താണ് നമുക്ക് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യം ആ വിത്ത് കഴിഞ്ഞിട്ടാണ് പറയാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സംതിങ്. ആ രീതിയിലാണ് ആ സെന്റൻസ് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറയില്ലേ അതിനൊന്നുള്ള കാശ് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടില്ല, അങ്ങനെ പറയുന്നതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? കാശ് എന്ന് പറയുമ്പോൾ മണി അല്ലേ. അപ്പൊ അതിന്റെ കൂടെ വരുന്നത് സേവ് മണിയാണ്. സേവ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സംരക്ഷിക്കുക അങ്ങനെ അർത്ഥമാണ് അല്ലെ. പക്ഷെ മണി നമ്മൾ സേവ് ചെയ്യുക ചെയ്യാം കേട്ടോ. നമ്മൾ ബാങ്ക് അക്കൗണ്ടിലൊക്കെ നിക്ഷേപിക്കുക, അതൊക്കെ സേവിങ് ആണ്. അപ്പൊ സേവ് മണിയാണ്. ഞാൻ എന്റെ കല്യാണത്തിന് കാശൊന്നും അങ്ങനെ എടുത്തു വെച്ചിട്ടില്ല, സ്വരുക്കൂട്ടി വെച്ചിട്ടില്ല. അതിന് പറയും ഐ ഹാവൻറ്റ് സേവ്ഡ് മണി ഫോർ മൈ വെഡിങ്. ഐ ഹാവൻറ്റ് സേവ്ഡ് മണി എന്തിന്? ഫോർ മൈ വെഡിങ്. മണി മാത്രമല്ല സമയവും നമ്മൾ സേവ് തന്നെ ചെയ്യാം. സേവ് ടൈം അതാണ് ഒരുമിച്ച് വരേണ്ടത്. അപ്പോൾ സമയം നമ്മൾ ബാങ്കിൽ എടുത്ത് വെക്കുക അല്ലെങ്കിൽ വീട്ടിൽ പേഴ്സ് എടുത്ത് വെക്കുന്നല്ലോ. അപ്പൊ സേവ് ടൈം എന്ന് വെച്ചാൽ എന്താ? സമയം ലാഭിക്കുക, അതാണ് സേവ് ടൈം.
ഇപ്പൊ നമ്മള് ഒരു കൂട്ടുകാരോട് പറയാണ്, എടാ ഞാൻ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്, നല്ല ആപ്പാട്ടോ, കുറെ സമയം ലാഭിക്കാം, നമ്മുടെ പരിപാടിയൊക്കെ പെട്ടെന്ന് തീർക്കാം. അപ്പൊ എങ്ങനെയാ പറയാ, ഇത് സമയവും ലാഭിക്കാൻ നല്ലതാണെന്നുള്ളത്. ഇറ്റ് ഓൾസോ സേവ്സ് ടൈം. അല്ലെങ്കിൽ പ്രഷർ കുക്കർ വീട്ടിൽ ഉപയോഗിക്കാം, നല്ലതാണ്, കുറെ സമയം ലാഭിക്കാം. ഇറ്റ് സേവ്സ് ടൈം കേട്ടോ. അപ്പൊ ഇറ്റ് സേവ്സ് ടൈം ആ യൂസേജും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കണതാണ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു ഉപകാരം ചെയ്യുമോ? അപ്പൊ ഉപകാരം എന്താണ്? ഉപകാരം ഫേവർ ആണ്. ഫേവർ എന്ന് വെച്ചാൽ ഉപകാരം. അപ്പൊ ആ വാക്ക് എന്തായാലും മറക്കാതെ ഓർത്ത് വെച്ചോളൂ കേട്ടോ, ഫേവർ. ഒരു ഉപകാരം ചെയ്യൂ എന്നുള്ളത് എങ്ങനെ ചോദിക്കും? ക്യാൻ യു ഡൂ മീ എ ഫേവർ? ഒരു ഉപകാരം ചെയ്യോ? ഈ പെൻസിൽ ഒന്ന് അങ്ങോട്ട് കൊടുക്കൂ. ക്യാൻ യു ഡൂ മീ എ ഫേവർ? മനസ്സിലായോ? ക്യാൻ യു ഡൂ മീ എ ഫേവർ? ഈ സെന്റൻസ് എന്തായാലും ഓർത്ത് വെച്ചോളൂ. നമ്മൾ ഉപകാരം ചോദിക്കാത്ത ആൾക്കാരൊന്നുമില്ല ലോകത്ത്. ഈ ബാഗ് ഒന്ന് പിടിക്കോ? ക്യാൻ യു ഡൂ മീ എ ഫേവർ? ഈ ബാഗ് ഒന്ന് പിടിക്കോ? അങ്ങനെയൊക്കെ പറയാറില്ലേ? അപ്പൊ ക്യാൻ യു ഡൂ മീ എ ഫേവർ കേട്ടോ. ഡൂ മീ എ ഫേവർ കേട്ടോ. ഡൂയിങ് എ ഫേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപകാരം ചെയ്യാം. പിന്നെ പറയൂലേ, ഒന്ന് നോക്കിയേ. അതെങ്ങനെയാ പറയാം? നോക്കുക എന്നുള്ളതിന് ലുക്ക് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക അല്ലെ. ഈ ലുക്കും സീയും വാച്ചും അതൊക്കെ നമ്മൾ കാണുന്നതിന്റെ ഓരോരോ വേർഡ്സ് ആണ്, പക്ഷെ അത് ഉപയോഗിക്കുന്നത് വളരെ വ്യത്യാസമാണ്. അതിന് ഓരോരോ കോണ്ടെക്സ്റ്റ് ഉണ്ട് ഓരോന്ന് ഉപയോഗിക്കുന്നതിന്. അപ്പൊ അതറിയില്ലെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോ എവിടെയെങ്കിലും ലിങ്ക് ചെയ്യാം, അപ്പോൾ നിങ്ങൾ അത് കണ്ടോളൂ. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് നോക്കൂ എന്നുള്ളതിന് ലുക്കാണ്. അപ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്തിട്ട് നോക്കി എന്ന് പറയണമെങ്കിൽ ലുക്ക് എന്ന് മാത്രം പറയുമ്പോൾ അത് കുറച്ച് എന്താ പറയാ, അത് അത്ര എളിമയില്ലാത്തൊരു സംസാരമാണ്. നമ്മളിങ്ങനെ ഒരു കമാൻഡ് കൊടുക്കുന്നാവും, ലുക്ക് ഈറ്റ് എന്നൊക്കെ പറയുന്ന മാതിരി. കമാൻഡ് കൊടുക്കലല്ലോ, നമ്മൾ ഒന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ ആ ഒന്നെന്ന് പറയുന്ന റെസ്പെക്ട് വരുന്നില്ലേ, അത് വരണമെങ്കിൽ ടേക്ക് എ ലുക്ക് പ്ലീസ്. പ്ലീസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുറച്ചുകൂടെ അടുത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ടേക്ക് എ ലുക്ക്. അപ്പൊ ടേക്ക് എ ലുക്ക് ആണ്, ലുക്ക് എടുക്കുക അല്ലെ. ടേക്ക് എന്ന് വെച്ചാൽ എടുക്കുക എന്നല്ല അർത്ഥം, പക്ഷെ ലുക്കിന്റെ ഒപ്പം വരുന്നത് ടേക്ക് ആണ്. ടേക്ക് എ ലുക്ക്, ടേക്ക് എ ലുക്ക് കേട്ടോ. അപ്പൊ ഞാനൊരു സെന്റൻസ് പറയാം. ഞാനൊരു പടം വരച്ച് പെയിന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ആ സംഭവം ഞാൻ ചെയ്തു, പരിപാടി ചെയ്തു ഞാൻ. എന്നിട്ട് ഞാൻ പറയാണ്, നിനക്ക് നോക്കണോ ഞാൻ എങ്ങനെയാ വരച്ചേക്കണെന്ന്? അതിങ്ങനെ പറയും, ഐ ഫിനിഷ്ഡ് മൈ പെയിന്റിങ്, ഡു യു വോണ്ട് ടു ടേക്ക് എ ലുക്ക്? നിനക്ക് ഒന്ന് നോക്കണോ, ഞാൻ വരച്ച സംഭവം ഒന്ന് കാണണോ? അതർത്ഥത്തില് ഡു യു വോണ്ട് ടു ടേക്ക് എ ലുക്ക് കേട്ടോ. ഡു യു വോണ്ട് ടു ടേക്ക് എ ലുക്ക്. ഇനി ഇതുമാതിരി രസകരമായ ഒരു സംഭവമാണ് ജലദോഷം പിടിക്കുക. അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ. അപ്പോ ജലദോഷം എന്ന് വെച്ചാൽ എന്താ? കോൾഡ്. ടു ക്യാച്ച് എ കോൾഡ്. ജലദോഷം പിടിക്കുക, ക്യാച്ച് ആണ് കേട്ടോ. ടു ക്യാച്ച് എ കോൾഡ്. അപ്പൊ ഒരു സെന്റൻസ് തരാം, നിങ്ങൾ ഉണ്ടാക്കൂ കേട്ടോ. അയ്യോ എനിക്ക് നിന്നോട് വരാൻ പറ്റില്ല, എനിക്ക് ജലദോഷം പിടിച്ചു. അതെങ്ങനെ പറയും? സോറി ഐ കാൺട്ട് ഗോ വിത്ത് യു. എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ല. ഐ കാൺട്ട് ഗോ വിത്ത് യു, ഐ കോട്ട് എ കോൾഡ്. അപ്പൊ ക്യാച്ചിന്റെ പാസ്റ്റ് ടെൻസ് കോട്ട് അല്ലെ. അപ്പൊ എനിക്ക് ജലദോഷം പിടിച്ചു, ഐ കോട്ട് എ കോൾഡ്. അപ്പൊ എന്നുള്ള ആ വാക്ക് കോൾഡിന് ഇപ്പുറത്തിടണം കേട്ടോ. ഐ കോട്ട് കോൾഡ് എന്ന് പറയില്ല, ഐ കോട്ട് എ കോൾഡ്. നമ്മൾ ബസ്സും പിടിക്കാറുണ്ട് അല്ലേ. നീ ആ ബസ് പിടിച്ചോ, കിട്ടിയോ നമുക്ക് ബസ് എന്നൊക്കെ പറയാറില്ലേ. ബസ് പിടിക്കുക, അതും ക്യാച്ച് എ ബസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ജലദോഷം നമ്മളെ പിടിക്കും, നമ്മൾ ബസ്സിനെ പിടിക്കും അല്ലെ. ക്യാച്ച് എ ബസ്, അതുപോലെ തന്നെ ക്യാച്ച് എ കോൾഡ്. ഈ പറയാനാണ് നമുക്കൊരു തീരുമാനത്തിൽ എത്തിച്ചേരുക. അങ്ങനെ വാക്കില്ലേ, തീരുമാനത്തിൽ എത്തിച്ചേരുക. അതെങ്ങനെ പറയും? നീ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നോ എന്ന് ചോദിക്കില്ലേ. അതിന് തീരുമാനം എന്താ? ഡിസിഷൻ അല്ലെ. തീരുമാനത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് കം ടു എ ഡിസിഷൻ കേട്ടോ. കം ടു എ ഡിസിഷൻ, ആ ടു വേണേ, കം ടു എ ഡിസിഷൻ. അപ്പൊ ഈ സെന്റൻസ് ഉണ്ടാക്കുമോ? നീ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നോ, എന്താ അവസ്ഥ അങ്ങനെ ചോദിക്കും. ഡിഡ് യു കം ടു എ ഡിസിഷൻ? ഡിഡ് യു കം ടു എ ഡിസിഷൻ? പിന്നെ നമ്മൾ പറയില്ലേ, ആരുടെയും കാശൊക്കെ തീർന്ന് ലോണും കാര്യങ്ങളൊക്കെ ആയ ആകെ പാപ്പിസൂട്ടായ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാണ് ഗോ ബാങ്ക്രപ്റ്റ്. ഗോ ബാങ്ക്രപ്റ്റ്, ഗോയിങ് ബാങ്ക്രപ്റ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ബാങ്ക്രപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സമ്പാദ്യം എല്ലാം പോയി ഇപ്പൊ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തുക, അതാണ് ഗോ ബാങ്ക്രപ്റ്റ് കേട്ടോ. അവളുടെ സാമ്പത്തിക കാര്യങ്ങളൊന്നും ശരിക്കും ശ്രദ്ധിക്കാണ്ട് എല്ലാം പോയി പാപ്പിസൂട്ടായി ഇങ്ങനെ പറയും. ഷീ മിസ്മാനേജ്ഡ് ഹെർ ഫിനാൻസസ്. ഫിനാൻസ് എന്ന് വെച്ചാൽ സാമ്പത്തിക കാര്യങ്ങൾ. ഷീ മിസ്മാനേജ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മാനേജ് ചെയ്തില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആൻഡ് വെന്റ് ബാങ്ക്രപ്റ്റ്. അപ്പൊ ഗോ ബാങ്ക്രപ്റ്റിന്റെ പാസ്റ്റ് ടെൻസ് വെന്റ് ബാങ്ക്രപ്റ്റ്. ഷീ മിസ്മാനേജ്ഡ് ഹെർ ഫിനാൻസസ് ആൻഡ് വെന്റ് ബാങ്ക്രപ്റ്റ്. അപ്പോ ഇതുമാതിരി നല്ല സെന്റൻസുകൾ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുമാതിരി നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപകാരമുള്ള, നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ മലയാളത്തിൽ നമുക്ക് അർത്ഥം അറിയുണ്ടാവും, പക്ഷെ ഇംഗ്ലീഷിൽ അറിയില്ല. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന് ലിങ്ക് ഇവിടെ കൊടുക്കാം, അത് കണ്ടു നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.